അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അള്ളാഹ് സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അൽഹംദുലില്ലാ. അസ്മാഉൽ ഹുസ്നയിലെ 3 നാമങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതില്ലേ. ഇനി അതിലെ 4ാമത്തെ നാമമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. നമ്മൾ അറിയുന്ന അറിവിൽ വെച്ച് ഏറ്റവും വലിയ അറിവാണ് അള്ളാഹുവിനെ കുറിച്ച് അറിയാന്നുള്ളത്. അൽഹംദുലില്ലാ. റഹ്മാനായ റബ്ബിനെ നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി ഇബാദത്ത് ചെയ്യുമ്പോൾ അതിനൊരു മാധുര്യം കൂടും അല്ലേ. അപ്പം ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അർ റഹ്മാൻ എന്ന നാമമാണ്. നമുക്ക് സുപരിചിതമായ ഒരു നാമമാണ് അല്ലേ ഈ ഒരു നാമം. ഇത് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്കിതിനെ കാണാൻ സാധിക്കും അല്ലേ. പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തിന് തന്നെ നമുക്കറിയാലേ അർ റഹ്മാൻ എന്ന ഒരു അധ്യായം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അർ റഹ്മാൻ എന്നാൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറയുന്നത് എന്താ വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിലനിൽക്കുന്ന വിശേഷണത്തെ അർ റഹ്മാൻ പറയുമ്പോൾ അർ റഹീം നമ്മൾ പറയും അല്ലേ പലപ്പോഴും. അതായത് അർ റഹീം എന്ന് പറയുമ്പോൾ അത് കരുണ കാണിക്കപ്പെടുന്നവനോടുള്ള വിശേഷണത്തിൻ്റെ ബന്ധത്തെയാണ് അറിയിക്കുന്നത്. അതായത് ഒന്ന് വിശേഷണത്തിനും മറ്റേത് പ്രവർത്തിക്കും. അർ റഹ്മാൻ എന്നുള്ള ഒന്നാമത്തെ ഇത് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ വിശേഷണം. എന്നാൽ രണ്ടാമത്തേത് ആ റഹ്മത്ത് കൊണ്ട് അള്ളാഹു തൻ്റെ പടപ്പുകളോട് കരുണ കാണിക്കുന്ന ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് അറിയിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ നേരത്തെ പഠിച്ച അള്ളാഹു എന്നുള്ള നാമം, ആ അള്ളാഹു എന്നുള്ള നാമത്തിൻ്റെ അതേ ഇത് തന്നെയാണ്, അതായത് അതേപോലെ തന്നെയാണ് ഈ അർ റഹ്മാൻ എന്ന നാമം. അതായത് ഈ നാമം അള്ളാഹുവിന് മാത്രം പ്രത്യേകമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പേര് മറ്റൊന്നിനും നൽകാൻ പാടില്ല. അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇബ്നുൽ കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, നിശ്ചയമായും അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അവനല്ലാത്തവർക്ക് പേര് വെക്കപ്പെടുന്നവയുണ്ട്, അവയിൽ അവനല്ലാത്തവർക്ക് പേര് വെക്കപ്പെടാത്തവയുമുണ്ട്. അതിൽപ്പെട്ടതാണ് എന്ത്? അള്ളാഹു, അർ റഹ്മാൻ, അൽ ഖാലിഖ്, അർ റാസിഖ് ഇങ്ങനെയുള്ള നാമങ്ങൾ. ഓക്കെ. പിന്നെ അപ്പോൾ ഈ അർ റഹ്മാൻ എന്ന നാമത്തിൻ്റെ അർത്ഥം വരുന്നത് എന്താണെന്ന് വെച്ചാൽ അല്ലാഹു തആല സൃഷ്ടിച്ചും ഉപജീവനം വിശാലമാക്കിയും മുഴു സൃഷ്ടികളോടും കരുണ ചെയ്യുന്ന ആ ഒരു കാരുണ്യത്തിനെയാണ് എന്താ പറയുന്നത്, അർ റഹ്മാൻ എന്നുള്ള പറയുന്നത്. റഹ്മത്ത് അള്ളാഹു അത് ഈ ദുനിയാവിൽ അള്ളാഹു വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും നൽകുന്നതാണ്. നമ്മൾ പലപ്പോഴും ഒരുപോലെ എന്ന് പറയാറുണ്ട്, പക്ഷേ ഈ അടുത്താണ് ഞാൻ ആ ഒരു കാര്യം മനസ്സിലാക്കിയത് വെച്ചാൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ എന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ പാടില്ല. പക്ഷെ എല്ലാവർക്കും അല്ലാഹു തആല അത് ലഭിക്കുന്നുണ്ട് ആ കാരുണ്യം. അതിന് ഉദാഹരണങ്ങളായിട്ട് നമ്മൾ പറയുന്നതാണ് വായു, വെള്ളം, പിന്നെ അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം അല്ലേ. അതായത് ഓക്സിജൻ എന്നുള്ളത്. പക്ഷെ അത് എല്ലായിടത്തും എല്ലാവർക്കും ഒരുപോലെയല്ല അല്ലേ, അതിൽ വ്യത്യാസമുണ്ട്. അതുപോലെ വെള്ളത്തിൻ്റെ കാര്യം അങ്ങനെ തന്നെ അല്ലേ, എല്ലാവർക്കും ഒരുപോലെയല്ല ലഭിക്കുന്നത്. പക്ഷെ ഇപ്പം ഒരു പ്രദേശത്ത് മഴ ലഭിക്കുന്നുണ്ടെങ്കിൽ, വെള്ളം ലഭിക്കുന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തുള്ള അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്നവർക്കും വഴിപ്പെടാത്തവർക്കും എല്ലാവർക്കും ഒരുപോലെ അതിൻ്റെ ഗുണം ലഭിക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. അപ്പം അള്ളാഹുവിൻ്റെ കാരുണ്യം എന്ന് പറയുന്നത് വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ എന്നാണ് അല്ലേ. അത് അള്ളാഹു എല്ലാ വസ്തുക്കളിലും വിശാലമാക്കി ഉൾക്കൊള്ളുന്ന രീതിയിലാണ് അള്ളാഹു തആല എന്താക്കിയിട്ടുള്ളത്, അള്ളാഹിൻ്റെ കാരുണ്യത്തെ വിശാലമാക്കിയിട്ടുള്ളത്. അപ്പം നമുക്കറിയാലോ ഇപ്പം മക്കളുടെ വിഷയത്തിൽ, മക്കളെന്നുള്ളത് അള്ളാഹിൻ്റെ അനുഗ്രഹമാണ്, പരീക്ഷണമാണ്. അതിപ്പം അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്നവർക്ക് മാത്രമാണോ അള്ളാഹു നൽകുന്നത്? അല്ല അല്ലേ, അല്ലാത്തവർക്കും കൊടുക്കുന്നുണ്ട്. ഭക്ഷണത്തിൻ്റെ കാര്യം, റിസ്കിൻ്റെ കാര്യമായാലും
ഇനിയിപ്പം നമുക്ക് വീട്, മറ്റ് സുഖ സൗകര്യങ്ങള്, ഇതെല്ലാം റഹ്മാനായ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ, കാരുണ്യാണ് അല്ലേ? അത് എല്ലാവർക്കും, വിശ്വാസി അവിശ്വാസി എന്ന വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അറിവ് എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നു. അതുപോലെ തന്നെ എല്ലാത്തിലും വിശാലമായിട്ടുണ്ട് അല്ലേ? അള്ളാഹുവിന്റെ അറിവ് ഏതിലൊക്കെ നിൽക്കുന്നുണ്ടോ അതിൻ്റെ എല്ലാം അതിൻ്റെ എല്ലാത്തിലും എന്തുണ്ട്? അള്ളാഹുവിന്റെ കാരുണ്യം അതിനെല്ലാം അള്ളാഹു തആല പൊതിഞ്ഞിട്ടുമുണ്ട്. സുബ്ഹാനല്ലാഹ്. റബ്ബന വസിഅത കുല്ല ഷൈഇൻ റഹ്മതൻ വ ഇൽമാ എന്ന് പറഞ്ഞു അല്ലേ? അള്ളാഹു റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ രക്ഷിതാവേ, അല്ലേ, നിന്റെ കാരുണ്യവും അറിവും സകല വസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇപ്പം നമ്മൾ മനസ്സിലാക്കി അല്ലേ? ഭൗതിക വിഭവങ്ങൾ, ഭക്ഷണം, വസ്ത്രം, പാനീയം, പാർപ്പിടം, ഇങ്ങനെയുള്ള ഭൗതികമായ എല്ലാ ഇതും അള്ളാഹു കനിഞ്ഞ് അരുളിയിട്ടുണ്ട് അല്ലെ? ആ കാരുണ്യം എന്നുള്ളത് സുബ്ഹാനല്ലാഹ് അത് അതിവിശാലമാണ്. നമ്മളത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ രാവും പകലും മാറി വരുന്നത്, ഇതൊക്കെ അള്ളാഹു തആല പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് അല്ലേ? വമിൻ റഹ്മതിഹി ജഅല ലക്കുമുൽ ലൈല വന്നഹാറ ലിതസ്കുനു ഫീഹി വലിതബ്തഗു മിൻ ഫദ്ലിഹി. അല്ലേ? രാത്രി വിശ്രമിക്കാൻ വേണ്ടിയിട്ടും പകൽ സമയത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് തേടിക്കൊണ്ടുവരാനും വേണ്ടിയിട്ട് അള്ളാഹിന്റെ കാരുണ്യം കൊണ്ട് രാവും പകലിനെയും നിങ്ങൾക്ക് നൽകിയെന്നാണ് അള്ളാഹു തആല പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അതുപോലെ മഴ, കാറ്റ്, അല്ലേ, എല്ലാം എന്താണ്? അള്ളാഹുവിന്റെ കാരുണ്യം. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കാരുണ്യം എന്നുള്ളത് അള്ളാഹിന്റെ കോപത്തെ കവച്ച് വെക്കുന്ന രീതിയിലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിശ്ചയം അള്ളാഹു സൃഷ്ടിപ്പില്ലെന്ന് വിരമിച്ചപ്പോൾ എൻ്റെ കാരണം എൻ്റെ കോപത്തെ മുൻകടന്നിരിക്കുന്നു തീർച്ച എന്ന് തൻ്റെ അടുക്കൽ തൻ്റെ അർശിനു മീതെ രേഖപ്പെടുത്തി. അള്ളാഹുവിൻ്റെ അർശിൻ്റെ മേലെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. എന്ത്? ഇന്ന റഹ്മതി സബഖത് ഗളബി. നിശ്ചയം അല്ലേ, എൻ്റെ കാരുണ്യം എൻ്റെ കോപത്തെ മുൻകടന്നിരിക്കുന്നു തീർച്ച. എന്നാൽ അള്ളാഹു തആലയുടെ പ്രത്യേകമായ കാരുണ്യം അത് ആർക്കുള്ളതാണ്? അത് അള്ളാഹുൽ വിശ്വസിച്ച, തഖ്വയോടുകൂടി ജീവിക്കുന്ന അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് അല്ലേ? അതൊക്കെ എന്താണെന്ന് വെച്ചാൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു തൗഫീഖ്, നന്മയിലേക്കുള്ള ആ ഒരു ഇത്, പിന്നെ വിശ്വാസത്തിൽ ആ ഒരു ദൃഢത, ഹിദായത്ത്, പരലോക വിജയം, അതൊക്കെ എന്താണ്? ഈമാനികമായ കാരുണ്യം. അത് പ്രത്യേകമായിട്ട് ലഭിക്കുന്ന അല്ലേ? അത് നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. അത് റഹീം എന്നുള്ളതിൽ വരുന്നതാണ്. ഇത് വരുന്നത് എന്താണ്? റഹ്മത്ത് അല്ലേ? രണ്ടും റഹ്മത്തിൽ നിന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഒന്ന് മൊത്തത്തിൽ, മറ്റേത് പ്രത്യേകമായിട്ട്. അള്ളാഹുവിൻ്റെ മിക്ക സിഫത്തുകളിലും നമുക്ക് ഈ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. പ്രത്യേകമായിട്ട് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്നതും പൊതുവായിട്ട് കിട്ടുന്നതും രണ്ട് വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ഓരോ അള്ളാഹുവിൻ്റെ നാമങ്ങൾ വരുമ്പോഴും നമുക്ക് അതിൻ്റെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ? പരിശുദ്ധ ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, 100 കാരുണ്യം അല്ലേ അള്ളാഹു പഠിച്ച്, അതിൽ അള്ളാഹുവിന് 100 അതിൽ ഒന്ന് മാത്രമാണ് അള്ളാഹു ഭൂമിയിൽ നിശ്ചയിച്ചിട്ടുള്ളത് പറയുന്നുണ്ട്. ഇന്നല്ലാഹ ഖലഖ റഹ്മത യൗമ ഖലഖഹ മിഅത റഹ്മ. 100 റഹ്മത്ത് സൃഷ്ടിച്ചല്ല. ഫഅംസക ഇൻദഹു 99 റഹ്മ. 99 റഹ്മത്ത് അള്ളാഹു പിടിച്ചു വെച്ച്. ബാക്കി വഅർസല ഫീ ഖൽഖിഹി കുല്ലിഹിം റഹ്മതൻ വാഹിദ. ബാക്കിയുള്ള ഒന്നാണ് അള്ളാഹു എല്ലാ മുഴുവൻ സൃഷ്ടികളിലേക്ക് അള്ളാഹു തആല അയച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ആ ഒരു കാരുണ്യം അല്ലെ, ആ ഒരു കരുണ കൊണ്ടാണ് അള്ളാഹു മനുഷ്യരും മൃഗങ്ങൾ അല്ലെ, ജന്തുക്കളെല്ലാം പരസ്പരം കാണിക്കുന്ന ആ കാരുണ്യം എന്ന് പറയുന്നത്
ഈ ഒറ്റ ഒന്നാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹിന്റെ അടുത്തുള്ള ആ 99 റഹ്മത്ത് എന്തായിരിക്കൂലേ? അള്ളാഹുവിന്റെ കാരുണ്യം നമ്മൾ മനസ്സിലാക്കണം. സുബ്ഹാനല്ലാഹ്. അപ്പോ ആഹ് ആഹ് ഈ ഒരു റഹ്മത്ത് കൊണ്ട് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കില്ലേ, ശരിക്കും മനുഷ്യരുടെ കാര്യം അവിടെ നിൽക്കട്ടെ, നമ്മള് മൃഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മളെ മൃഗീയമായിട്ട് എന്നൊക്കെ പറയും. പക്ഷെ അവരിലുള്ള കാരുണ്യം എത്രയാണല്ലേ? ഓരോ ജീവികളും ഓരോ ജന്തുക്കളും അതിൻ്റെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന ആ ഒരു വാത്സല്യം, അല്ലേ? സുബ്ഹാനല്ലാഹ്. നമ്മളെ മുമ്പിൽ അത് പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് അല്ലേ? ഓരോ ജീവികളോടും അതിൻ്റെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന ആ ഒരു ദയ, കാരുണ്യം, പക്ഷികളായിക്കോട്ടെ, മൃഗങ്ങളായിക്കോട്ടെ, മറ്റെന്ത് ജീവജാലങ്ങളായിക്കോട്ടെ, അല്ലേ? സുബ്ഹാനല്ലാഹ്. എന്തൊരു മയത്തിലാണല്ലേ ശരിക്കും ഈ വന്യമൃഗങ്ങളെന്ന് പറയുന്ന വളരെ അക്രമകാരികളായ ജീവജാലങ്ങൾ പോലും അതിൻ്റെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന ഒരു സ്നേഹം, വാത്സല്യം എത്ര അല്ലേ? സുബ്ഹാനല്ലാഹ്. നമുക്ക് പലപ്പോഴും അതിനെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട് അല്ലേ? എന്തൊരു സ്നേഹാന്ന്. ഏ ശരിക്കും അതൊക്കെ അള്ളാന്റെ ആ ഒരു 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 അംശത്തിൽ നിന്ന് വന്നതാന്ന് പറയുമ്പോൾ ബാക്കി എല്ലാ റഹ്മാനായ റബ്ബ് അല്ലേ അന്ത്യനാളിലേക്ക് മാറ്റി വെച്ചിട്ടുള്ളതെന്ന് പറയുന്നത്. നമുക്കറിയാം സ്വർഗത്തിന്റെ വിഷയത്തിൽ പോലും അള്ളാഹു തആല എന്താ പറഞ്ഞെടുത്ത്, അള്ളാന്റെ കാരുണ്യം കൊണ്ടല്ലാതെ ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഒരു ഖുദ്സിയായ ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഖാല അല്ലാഹു തബാറക വതആല ലിൽ ജന്നതി അൻതി റഹ്മതി അർഹമു ബികി മൻ അശാഉ മിൻ ഇബാദി. അള്ളാഹു സ്വർഗത്തോട് പറയുന്നത് എന്തേ, നീ എൻ്റെ കാരുണ്യമാണ്, നിന്നെക്കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ ദാസന്മാരോട് ഞാൻ കരുണ കാണിക്കും. ശരിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഈ ഒരു കാരുണ്യത്തിലാണ് സ്വർഗത്തിൽ പ്രവേശിക്കാന്ന് ഹദീസിൽ വന്നിട്ടുണ്ടല്ലേ? സുബ്ഹാനല്ലാഹ്. ഇവിടെ എന്താ പറഞ്ഞത്, നീ എൻ്റെ കാരുണ്യമാണ്, നിന്നെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ ദാസന്മാരോട് കരുണ കാണിക്കും. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ കരുണ ചെയ്യുന്ന ആൾക്കാരിൽ ഉൾപ്പെടാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നിന്റെ കാരുണ്യം സദാ വർഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. നിന്റെ കാരുണ്യമില്ലാതെ ഞങ്ങൾക്ക് ഈ ദുനിയാവിലും ആഖിറത്തിലും യാതൊരു രക്ഷയുമില്ല അള്ളാഹുവേ. ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. നിന്റെ പ്രത്യേകമാക്കപ്പെട്ട കരുണ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ റഹ്മാനായ റബ്ബേ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ നാഥ. ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലൻ യുദ്ഖില അഹദൻ മിൻകും അമലുഹു അൽ ജന്ന. നിങ്ങളിൽ ഒരാളെയും തൻ്റെ കർമ്മം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. ഖാലു, അപ്പോൾ അവർ ചോദിക്കാൻ, വല അൻത യാ റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ തിരുദൂതരെ താങ്കളും? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാന്ന്, വല അന, അതെ ഞാൻ തന്നെയും, ഇല്ല അൻ യതഗമ്മദനി അല്ലാഹു മിൻഹു ബിഫദ്ലിൻ വറഹ്മ, അവനിൽ നിന്നുള്ള കാരുണ്യം കൊണ്ടും ഔദാര്യം കൊണ്ടും എന്നെ പൊതിഞ്ഞാലല്ലാതെ ഒരാൾക്കും സ്വർഗത്തിൽ പോകാൻ കഴിയൂല എന്നാ പറയുന്നല്ലേ? റഹ്മാനായ റബ്ബേ, നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ റഹ്മാനെ. നിന്റെ കരുണ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. പരിശുദ്ധ ഖുർആനില് 57 തവണ ആണ് ഈ അർ റഹ്മാൻ എന്നുള്ള നാമം വന്നിട്ടുള്ളതെന്ന് പറയുന്നത്. അതിൽ 6 തവണ അർ റഹീം എന്നുള്ള നാമത്തിന്റെ കൂടെ ചേർത്തിട്ടും പിന്നെ അല്ലാതെ ആണ് ബാക്കിയുള്ളതൊക്കെ വന്നിട്ടുള്ളത്. നമുക്കറിയാലേ, അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ. ശരിക്കും അവിടെ അർ റഹ്മാന്റെ ആ ഇത് പറയുമ്പോൾ പറഞ്ഞാൽ നമുക്ക് ഖുർആൻ പഠിപ്പിച്ച് തന്നു എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ ഏറ്റവും വലിയ കാരുണ്യാണ്. അർ റഹ്മാൻ സൂറ നമ്മൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് അള്ളാഹിന്റെ കാരുണ്യം മുഴുക്ക നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അള്ളാഹു ഓരോരോ അനുഗ്രഹങ്ങൾ എണ്ണി 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 നമുക്കിങ്ങനെ അറിയിച്ച് കാണിച്ചു തരികയാണ്. സുബ്ഹാനല്ലാഹ്. അതിൽ ഫസ്റ്റ് പറയുന്ന അള്ളാഹിന്റെ കാരുണ്യം അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ. എന്നിട്ടാ ഖലഖൽ ഇൻസാന പറയുന്നത് അല്ലേ? മനുഷ്യനെ സൃഷ്ടിച്ചത് അള്ളാഹിന്റെ ഒരു കാരുണ്യം. പക്ഷെ ആദ്യം അള്ളാഹു ഖുർആൻ പഠിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മളെ
നമ്മൾ ഓരോരുത്തരെയും അള്ളാഹു ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തില്ലേ? സുബ്ഹാനല്ലാഹ്, എന്തുമാത്രം വലിയ അനുഗ്രഹമാണ്. ഒന്ന് ഓർത്തു നോക്ക്. നമ്മളിങ്ങനെ അള്ളാഹിനെ കുറിച്ച് കേൾക്കാനും അറിയാനും പഠിക്കാനും അള്ളാഹിൻ്റെ കലാമ് പഠിക്കാൻ, പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ നമുക്ക് അവസരം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? സുബ്ഹാനല്ലാഹ്, ഓരോ ദിവസവും എത്ര എത്ര അനുഗ്രഹങ്ങളാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിനൊക്കെ ശുക്ർ ചെയ്യുന്നുണ്ടോ? നമ്മൾ എത്രത്തോളം അള്ളാഹുവിന് ശുക്റുള്ളവരാകുന്നുണ്ട്? നമ്മളെ അള്ളാഹു ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തില്ലേ? എത്ര വലിയ സൗഭാഗ്യമാണെന്നറിയോ? നമ്മളത് നിലനിർത്തി കൊണ്ടുപോകണം. അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് ആയി തന്നെ നിലനിൽക്കാനുള്ള പരിശ്രമം നമ്മളെപ്പോഴും ഉണ്ടാക്കിക്കൊണ്ട് ഒരു ഇൽമിൻ്റെ ഒരു സദസ്സിൽ നമുക്കിരിക്കാൻ കഴിയണേ അത് അള്ളാഹിൻ്റെ റഹ്മത്ത് കൊണ്ട് മാത്രമേ സാധിക്കൂ അല്ലേ? സ്വർഗം നമുക്ക് കിട്ടണമെങ്കിൽ അള്ളാഹിൻ്റെ കാരുണ്യം വേണമെന്ന് പറയുന്നില്ലേ? ആ സ്വർഗത്തിലൊരു തോപ്പല്ലേ അള്ളാഹിൻ്റെ ഇൽമിൻ്റെ സദസ്സുകൾ എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ. അള്ളാഹു പരമകാരുണികനായിട്ടുള്ളവൻ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ അർ-റഹ്മാനായ അള്ളാഹുവിൻ്റെ കാരുണ്യം ആർക്കാ ലഭിക്കുക? അർ-റഹിമൂന യർഹമുഹുമുർ റഹ്മാൻ. കരുണ കാണിക്കുന്നവരോടാണ് അള്ളാഹു, കരുണാവാരിധിയായിട്ടുള്ളവൻ കരുണ കാണിക്കുക. നമ്മൾ കരുണയുള്ളവരാകണം. അപ്പോൾ അള്ളാഹിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കും. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുന്ന അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 1-2 ദുആകൾ വരുന്നുണ്ട്. അതിൽ ഒരു ദുആ പറയുന്നത്, ഉഹുദ് പർവ്വതത്തോളം കടമുണ്ടെങ്കിലും അള്ളാഹു അത് വീട്ടി നൽകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച ഒരു ഹദീസ്. اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير رحمن الدنيا والآخرة ورحيمهما تعطيهما من تشاء ارحمني رحمة تغنيني بها عن رحمتك من سواك عن رحمة من سواك. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണല്ലേ? നല്ലൊരു പ്രാർത്ഥനയാണ്. എല്ലാവരും ഇത് പഠിക്കാൻ ശ്രമിക്കണേ ഇൻഷാ അല്ലാഹ്. ഉഹുദ് മലയോളം കടബാധ്യതയുള്ള ആൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തതാണ്. സുബ്ഹാനല്ലാഹ്. അതിൽ അവസാനം വരുന്ന നമ്മളെ ഭാഗം റഹ്മാനുദ് ദുനിയ വൽ ആഖിറ വറഹീമുഹുമാ. ഈ ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും റഹ്മാനും അതിൻ്റെ രണ്ടിൻ്റെയും റഹീമായിട്ടുള്ളവനെ തുഅതീഹിമാ മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് അത് രണ്ടും നീ നൽകുന്നു. ഇർഹംനി റഹ്മത്തൻ തുഗ്നീനി ബിഹാ, നീ ഒഴികെയുള്ളവരുടെ കാരണത്തിൽ നിന്ന് എന്നെ ധന്യനാക്കും വിധമുള്ള കാരണം നീ എനിക്ക് നൽകണമേ. അൻ റഹ്മത്തിൻ മൻ സിവാക്. അപ്പോൾ അള്ളാഹിൻ്റെ കാരുണ്യത്തിനെ കുറിച്ച് ചോദിക്കുന്നതാണ്. എല്ലാവരും ഇത് പഠിച്ചു വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ പഠിക്കുക ഇൻഷാ അല്ലാഹ്. അതുപോലെ ജിബ്രീൽ അലൈഹിസ്സലാം പൈശാചിക തന്ത്രം ചെറുക്കാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്. അഊദു ബികലിമാത്തില്ലാഹി താമാത്തില്ലത്തി ലാ യുജാവിസുഹുന്ന ബർറൻ വലാ ഫാജിറൻ മിൻ ശർരി മാ ഖലഖ വദർഅ വബറഅ വമിൻ ശർരി മാ യൻസിലു മിനസ് സമാഇ വമിൻ ശർരി മാ യറുജു ഫീഹാ വമിൻ ശർരി മാ ദറഅ ഫിൽ അർദി വമിൻ ശർരി മാ യഖ്റുജു മിൻഹാ ومن شر فتن الليل والنهار ومن شر كل طارق إلا طارق يطرق بخير يا رحمن. നല്ലൊരു പ്രാർത്ഥനയാണ്, വലിയൊരു പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരാം ഇൻഷാ അല്ലാഹ്. ആദ്യം പറഞ്ഞത് പെട്ടെന്ന് പഠിക്കാൻ കഴിയും, കാരണം അതിലെ ആദ്യത്തെ ഭാഗങ്ങളൊക്കെ നമുക്ക്
സുപരിചിതമായ സൂറത്ത് ആൽ ഇംറാനിലെ വചനങ്ങളാണ്. ഇൻഷാ അല്ലാഹ് റഹ്മാനായ അള്ളാഹുവിനെ നമ്മൾ അടുത്തറിയുക, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് നമ്മളെപ്പോഴും ചോദിക്കുക. അള്ളാഹു കരുണ ചെയ്യുന്ന ആളുകളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ ഓരോരുത്തരും കരുണയുള്ളവരായി തീരാൻ പരിശ്രമിക്കുക. നമ്മളെ ചുറ്റിലുള്ളവരോടും മറ്റ് മൃഗങ്ങളോടും ജീവജാലങ്ങളോടും എല്ലാം കരുണയുള്ളവരായിട്ട് മാറാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.